തീർത്തും ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ ഏത് വർഷത്തിലാണ് കഥ നടക്കുന്നത് എന്നൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും മൊബൈൽ ഫോണുകൾ വരുന്നതിന് മുന്നേ ഉള്ളൊരു സമയത്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ടുള്ള ഓട്ടോറിക്ഷ സ്വല്പം പുതിയ മോഡലാണ്. പടത്തിലെ ഭാഷ നോക്കിയാൽ അമ്മയും മകനും പോലും 2 ഡയലക്റ്റിലാണ് സംസാരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ആക്സന്റിലും സംസാരിക്കുന്ന ആളുകളുള്ള ഒരു ഫിക്ഷണൽ വില്ലേജാണ് ഇതിലെ നെല്ലിക്കാമ്പൊയിൽ. ഇങ്ങനെയുള്ള ഒരു സെറ്റിംഗ് ഏറെക്കുറെ മനഃപൂർവ്വം തന്നെയാണ്. കാരണം CCTVയും മൊബൈൽ ഫോണുകളും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കഥ ലോജിക്കലി ഹോൾഡ് ചെയ്യില്ല. ഇതിലെ നായകന്റെയും നാട്ടുകാരുടെയും പേടിയിലേക്ക് മാത്രം പ്രേക്ഷകന്റെ ശ്രദ്ധ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് സിനിമയ്ക്ക് അത്യാവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് തോന്നിയത് ഇതിലെ വില്ലൻ കഥാപാത്രത്തിന്റെ ക്യാരക്ടറൈസേഷനാണ്. അയാളുടെ ഐഡന്റിറ്റിയിലേക്കും ഉദ്ദേശത്തിലേക്കും ഒക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. എന്നാൽ ആ കഥാപാത്രത്തെ ഏതാണ്ട് ഒരു പ്രാങ്സ്റ്ററിനെ പോലെയേ തിരക്കഥ പരിഗണിക്കുന്നുള്ളൂ. പാട്ടുകളെല്ലാം സാമാന്യം മികച്ചവ തന്നെയാണ്. എന്നിരുന്നാലും പ്രേക്ഷകരിൽ അത് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ പടത്തിൽ പാട്ടുകളെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നി.